ഹായ്, കളിക്കുന്നവർക്കിടയിലോ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കിടയിലോ പരിക്കുകൾ അഥവാ സ്പോർട്സ് ഇഞ്ചറികൾ ഉണ്ടാവുന്നത് വളരെ സാധാരണമാണ്. എന്നാൽ ഒരു ഇഞ്ചറി ഉണ്ടായാൽ അത് എപ്പോഴാണ് വെറുമൊരു റെസ്റ്റ് കൊണ്ട് മാറാതെ സർജറി തന്നെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറുന്നത്? പലരും ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ ചികിത്സ വൈകിപ്പിക്കാറുണ്ട്. ഒന്നാമതായി, കംപ്ലീറ്റ് ലിഗമെന്റ് ഓർ ടെൻഡൻറ്റിയസ്. നമ്മുടെ മുട്ടിലെ ACL പോലുള്ള പ്രധാന ലിഗമെന്റുകളോ അല്ലെങ്കിൽ മസിലുകളെ എല്ലുകളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകളോ പൂർണ്ണമായി പൊട്ടിപ്പോയാൽ, അതായത് ഗ്രേഡ് 3 ടിയർ, അത് സർജറി കൂടാതെ തനിയെ കൂടാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വീണ്ടും സ്പോർട്സിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ജോയിന്റ് സ്റ്റെബിലിറ്റി തിരികെ കിട്ടാൻ സർജറി അത്യാവശ്യമായി വരും. രണ്ടാമത്തേത്, ജോയിന്റ് ഇൻസ്റ്റെബിലിറ്റി ഓർ ലോക്കിംഗ്. ഒരു പരിക്കിന് ശേഷം നിങ്ങളുടെ മുട്ടോ തോളോ ഇടയ്ക്കിടയ്ക്ക് തെന്നിപ്പോവുകയോ അല്ലെങ്കിൽ മടക്കാനും നിവർത്താനും പറ്റാത്ത രീതിയിൽ ലോക്കായി പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാര്യമായ ജോയിന്റ് ഡാമേജിന്റെ ലക്ഷണമാണ്. ജോയിന്റിനുള്ള മെനിസ്കസോ അല്ലെങ്കിൽ കാർട്ടിലേജോ സിവിയർ ആയി ഡാമേജ് ആവുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് പരിഹരിക്കാൻ കീഹോൾ സർജറി അഥവാ ആർത്രോസ്കോപ്പി ചെയ്യേണ്ടി വരാറുണ്ട്. മൂന്നാമതായി, ഫെയിലിയർ ഓഫ് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ്. അതായത് ഒരു ഇഞ്ചറി വന്നു കഴിഞ്ഞ് കൃത്യമായ വിശ്രമം എടുത്തിട്ടും അല്ലെങ്കിൽ മാസങ്ങളോളം ഫിസിയോതെറാപ്പിയും മരുന്നും ചെയ്തിട്ടും നിങ്ങളുടെ വേദന കുറയുന്നില്ലെങ്കിലോ ജോയിന്റിന്റെ പഴയ ബലം തിരിച്ചു കിട്ടുന്നില്ലെങ്കിലോ അതിനർത്ഥം അവിടെ സർജിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമാണ് എന്നാണ്. സോ മൈ പോയിന്റ് ഈസ്, ഏതൊരു സ്പോർട്സ് പരിക്കിനെയും തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് കൃത്യമായ രോഗനിർണയം നടത്തുകയാണ് പ്രധാനം. അതായത് നിങ്ങൾക്ക് കളിക്കിടയിലോ ജിമ്മിലോ ഉണ്ടായ പരിക്കുകൾ കാരണം വിട്ടുമാറാത്ത വേദനയോ ജോയിന്റ് തെന്നിപ്പോകുന്ന അവസ്ഥയോ ഉണ്ടെങ്കിൽ അത് വഷളാക്കാൻ നിൽക്കരുത്. നേരത്തെ തന്നെ ഡോക്ടറെ കാണിച്ച് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക.